ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയും മാങ്കുളം പേമരം വളവിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമായതായി മോട്ടോർ വാഹന വകുപ്പ്. ക്രാഷ് ബാരിയറുകൾ റോഡിൽ സ്ഥാപിച്ചത് അശാസ്ത്രീയമാണെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. എന്നാൽ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മാങ്കുളം പേമരം വളവിൽ ട്രാവലർ അപകടത്തിൽപ്പെട്ട സ്ഥലം രാവിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനവും റോഡിന്റെ ഭൂപ്രകൃതിയുമെല്ലാം ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ദൃക്സാക്ഷികളിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ നിന്നും സമീപവാസികളിൽ നിന്നുമെല്ലാം വിവരങ്ങൾ ശേഖരിച്ചു. ഇടുക്കി ജില്ലാ എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയും അപകടത്തിന് കാരണമായതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മതിയായ വഴിയിലെ സിഗ്നലുകൾ ഉണ്ടായിരുന്നു, എങ്കിലും ഡ്രൈവർ പരിചയക്കുറവുള്ള ഡ്രൈവറായിരിക്കും. വഴിയിൽ കുത്തനെ ഉള്ള ഇറക്കവും വലിയൊരു വളവുമാണ്. നമുക്ക് മുന്നിലെ കാഴ്ച കാണാൻ പറ്റാത്ത ഒരു റോഡാണ്. അപ്പോൾ അമിതമായ സ്പീഡിലായിരിക്കണം ഡ്രൈവർ. അങ്ങനെ ഒരു സൈഡിലേക്ക് വണ്ടി വീല് പൊങ്ങിയിട്ട് ബാരിക്കേഡിലിടിച്ച് താഴത്തേക്ക് മറിഞ്ഞാട്ടാണ് കാണുന്നത്. നമുക്കത് ബാരിക്കേഡിൻ്റെ തട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബാരിക്കേഡ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉറപ്പിച്ചാൽ ചെറിയൊരു അപകടമുള്ളതായിട്ട് തോന്നുന്നു, കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ വളവ് മുന്നിൽ കാഴ്ച കാണുന്ന വിധത്തിൽ ആ ഒരു മല പോലെയുള്ള വശം കുറച്ച് ഇടിച്ച് മാറ്റിയിട്ട് റോഡിൽ കുറച്ചും കൂടി വിഷൻ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി പണിയേണ്ടി വരും. 10ലധികം തവണ പേമരം വളവിൽ മാത്രം മുമ്പ് അപകടമുണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 14 പേരുമായി വന്ന ട്രാവലർ അപകടം തടയാൻ സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയറുകൾ തകർത്താണ് 100 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. ക്രാഷ് ബാരിയറുകൾ റോഡിൽ സ്ഥാപിച്ചത് അശാസ്ത്രീയമാണെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. റോഡിൽ അപായ സൂചനാ ബോർഡുകൾ ഉണ്ടായിരുന്നുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. എന്നാൽ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഈ വളവ് നൂറിലായിരുന്നെങ്കിൽ ഇത് കുഴപ്പം ഇത്ര അപകടം സംഭവിക്കില്ലായിരുന്നു. അവിടെ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പിന്നെ ഇത് ഇത്ര വളവുണ്ടെന്നൊന്നും അറിയത്തില്ലല്ലോ. അതാണ് കൂടുതൽ അപകടം നടക്കുന്നത്. അപകട വളവൊഴിവാക്കാൻ പ്രദേശവാസി സ്ഥലം വിട്ടു നൽകാമെന്നും പകരം മണ്ണെടുത്ത് നീക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വീടിന് സുരക്ഷ ഉറപ്പാക്കിയാൽ മതിയെന്ന് അറിയിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചില്ലെന്ന ആരോപണവും നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.